സംസ്ഥാന ജേർണലിസ്റ്റ് വോളിക്ക് കണ്ണൂർ ഒരുങ്ങി. ജൂൺ 6 മുതൽ 8 വരെയാണ് JVL നടക്കുക. സംസ്ഥാനത്തെ പ്രസ് ക്ലബ്ബ് ടീമുകളും കൊടക് പ്രസ് ക്ലബ്ബ് ടീമുമാണ് മാറ്റൊരുക്കുകയെന്ന് സംഘാടക സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. ഇന്ദിര വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓരോ സ്മാഷും ലഹരിക്കെതിരെ ഈ സന്ദേശവുമായാണ് മാധ്യമപ്രവർത്തകരുടെ വോളിബോൾ ടൂർണമെന്റിന് കണ്ണൂർ ഒരുങ്ങുന്നത്. സംസ്ഥാനത്തെ പ്രസ് ക്ലബ്ബുകളിലെയും കൊടക് പ്രസ് ക്ലബിന്റെയും ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരക്കും. ജൂൺ 6, 7, 8 തീയതികളിലായാണ് സംസ്ഥാന ജേർണലിസ്റ്റ് വോളി നടക്കുക. കണ്ണൂർ സ്പോർട്സ് സ്കൂൾ ഫ്ലറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുകയെന്ന് സംഘാടക സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. ഇന്ദിര പറഞ്ഞു. ജൂൺ 6, 7, 8 തീയതികളിലാണ് ഈ മത്സരം മുനിസിപ്പൽ സ്കൂളിൽ വെച്ചിട്ട് ഗ്രൗണ്ടിൽ വെച്ചിട്ട് സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. കേരളത്തിലെ വിവിധ പ്രസ് ക്ലബ് ടീമുകൾ ഈ ഒരു 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സർക്കാർ വകുപ്പുകളായ എക്സൈസ്, ഫോറസ്റ്റ്, സെൻട്രൽ ജയിൽ, ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ്, ആസ്റ്റർ മിംസ് ടീമുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. JVLന്റെ ഭാഗമായി വിവിധ സൗഹൃദ മത്സരങ്ങളും ഒരുക്കുന്നതായി ജനറൽ കൺവീനർ KN ബാബുവും അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ടീമുകൾ, അത് ജേർണലിസ്റ്റ് ടീമുകൾ, പ്രസ് ക്ലബിൻ്റെ ടീമുകളാണെങ്കിലും പുറത്തുനിന്നുള്ള നമ്മൾ പൊതുസമൂഹവുമായി നമ്മളൊരു കണക്ഷൻ വരുന്ന രീതിയിലുള്ള ഒരു സൗഹാർദ്ദ മത്സരങ്ങളുടെ ടീമുകളാണ് വളരെ കൂടുതൽ ഇത്തവണ ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പ്രസ് ക്ലബ് ടീം തന്നെ താരം കൂടുതലുണ്ട്. അത് തന്നെ കേരളത്തിലെ പ്രസ് ക്ലബിന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള കൊടക് പ്രസ് ക്ലബിൻ്റെ ഒരു ടീം ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ടും 3 നിർദ്ദേശങ്ങൾ കൂടിയാണ് ഈ ടൂർണമെന്റ് നമ്മൾ സംഘടിപ്പിച്ചത്. ഒന്ന്, മാധ്യമപ്രവർത്തകരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുക. നമ്മൾ ഈ വാർത്താ തിരക്കിനടക്കം നിരന്തരം രാവും പകലും ഇല്ലാതെയുള്ള ഓട്ടത്തിനിടയിൽ കായികപരമായി ആരോഗ്യപരമായി പിന്നോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ തുടങ്ങിയത്. അത് നമ്മൾ കണ്ണൂർ തുടങ്ങുകയും സംസ്ഥാനത്താകമാനം വിവിധ കളികളുടെ രൂപത്തിൽ വ്യാപിക്കുകയും ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടമായാണ് പ്രസ് ക്ലബ് ജേർണലിസ്റ്റ് വോളിയെ കാണുന്നതെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് C. സുനിൽകുമാർ. ലഹരിക്കെതിരെ രഹസ്യമായി പരാതി കൊടുക്കാനുള്ളൊരു സംവിധാനം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ഈ വോളി, ഇപ്പം ഞങ്ങൾ പോയിരിക്കുന്ന മക്രേരിയിലായാലും ഏരിയത്തായാലും ഈ ചെറുപ്പക്കാരൊക്കെ ഈ സമയങ്ങളിൽ ഈ വോളിയുടെ ഇതിൻ്റെ പരിശീലനത്തിനും ഇതിനൊക്കെ പോകുന്ന അവിടെ ഈ ലഹരി വ്യാപനത്തിനൊക്കെ വളരെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കളി എല്ലാദിക്കലും കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ ഏത് കളിയായാലും, വോളി എന്നുള്ളതല്ല, മറ്റു കളികളായാലും ലഹരിക്കെതിരെയുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇതാണ്. എക്സൈസ്, ഫോറസ്റ്റ്, സെൻട്രൽ ജയിൽ ടീമുകളും ഡോക്ടർമാരുടെയും പ്രൊഫസർമാരുടെയും ആശ്രമിംസിന്റെയും ടീമുകളും വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ മത്സരങ്ങളും JVLന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിമാർ, MLAമാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുൾപ്പെടുന്ന ടീം, ചേംബർ ഓഫ് കൊമേഴ്സ് ടീം, യുവജന സംഘടനാ നേതാക്കളുടെ ടീം, സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ടീം എന്നിവരും കളത്തിലിറങ്ങും. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും പ്രധാന ടൂർണമെന്റിന്റെ 7ാം പതിപ്പാണ് കണ്ണൂരിൽ നടക്കുന്നത്. ആദ്യ പതിപ്പുകളിൽ ഉദ്ഘാടകനായി മോഹൻലാൽ ഉൾപ്പെടെ സെലിബ്രിറ്റികളും എത്തിയിരുന്നു. ടെറിട്ടോറിയൽ ആർമിയുടെ ജേഴ്സി അണിഞ്ഞ മോഹൻലാൽ JVLന്റെ ഗ്രൗണ്ടിലും ഇറങ്ങിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തിയും ചികിത്സാ സഹായം ഉൾപ്പെടെ ഒരുക്കുന്നതിനുമായാണ് JVL സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, ട്രഷറർ K. സതീശൻ, JVL കോർഡിനേറ്റർ ഷമീർ ഉർപ്പള്ളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.